നമ്മുടെ പതാക ത്രിവർണ്ണ പതാകയാണ്. കുങ്കുമം ത്യാഗത്തിന്റെയും നിഷ്പക്ഷതയുടെയും പ്രതീകമാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭരണഘടനാ അസംബ്ലിയിൽ അത് വിശദീകരിക്കുകയുണ്ടായി. സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന വെളിച്ചത്തിന്റെ പ്രതീകമാണ് വെള്ള നിറമെന്നുള്ളത്. നമ്മളോട് ഒപ്പം നിൽക്കുന്ന പ്രകൃതി, സസ്യലതാദികൾ അവയെ പച്ച പ്രതിനിധാനം ചെയ്യുന്നു. ചക്രം ചലനത്തിൻ്റെതാണ്. രാജ്യം നിശ്ചലമായി നിൽക്കില്ല. രാജ്യം നിരന്തരമായി പുരോഗമിച്ചുകൊണ്ടേയിരിക്കണം. സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചുമെന്ന് മുന്നോട്ട് പോകണം എന്ന് അശോക ചക്രം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പതാക ബഹുവർണ്ണമാണ്, ത്രിവർണ്ണമാണ് എന്നതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും ഏകമുഖമല്ല. പതാക ഏകനിറമല്ല, പതാക ത്രിവർണ്ണമാണ്. രാജ്യത്തിന്റെ സംസ്കാരവും ഏകമുഖമല്ല, ബഹു സംസ്കാരമാണ്. നാനത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ സൗന്ദര്യം എന്നുള്ളത്. ആ സൗന്ദര്യത്തെ സംരക്ഷിക്കൽ ഏറ്റവും പ്രധാനമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി ജീവൻ നഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് ധീര പോരാളികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് ശിരസ്സു കുനിക്കാം. സ്വതന്ത്രമായ ഇന്ത്യ നിലനിർത്തുന്നതിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കുമൊപ്പം നമുക്ക് അണിചേരാം. ഈ ഘട്ടത്തിലാണ് ഭീകരവാദത്തിനിരയായി നമ്മുടെ ജില്ലയിലുള്ള രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാശ്മീരിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. അവിടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊരുതി ജീവൻ നൽകിയ സൈനികർക്കും നമുക്ക് സല്യൂട്ട് ചെയ്യാം. രാജ്യം നിലനിൽക്കുന്നത് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഭരണഘടനയ്ക്കകത്തുള്ള ഇന്ത്യ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സ്വാതന്ത്ര്യം വൈദേശിക ആധിപത്യത്തിൽ നിന്നുള്ള വിമോചനമാണ്. എന്നാൽ വൈദേശിക ആധിപത്യം പുതിയ രൂപത്തിൽ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും കടന്നു വരുന്നു. ഇന്ത്യ ഏത് രാജ്യത്തും നിന്ന് എണ്ണ വാങ്ങിക്കണം എന്ന് മറ്റൊരു രാജ്യം തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണ്. അവിടെ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങിച്ചാൽ നിങ്ങളുടെ മേൽ ഞങ്ങൾ പുതിയ ചുങ്കം ചുമത്തുമെന്നുള്ളതും രാജ്യത്തിന്റെ സാമ്പത്തികമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള പരമാധികാരത്തിന്മേൽ കടന്നു കയറാനുള്ള വൈദേശിക ശക്തികളുടെ ശ്രമമാണ്. അത്തരം ശ്രമങ്ങളെ രാജ്യം ഒറ്റക്കെട്ടായി തന്നെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭരണഘടനയുടെ അടിത്തറ ഫെഡറലിസവും ജനാധിപത്യവും മതനിരപേക്ഷതയുമാണ്. മതനിരപേക്ഷത ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ മാത്രമല്ല, ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ കൂടി അവകാശം നൽകുന്ന മൗലിക അവകാശത്തിൽ അടിസ്ഥാനത്തിലുള്ളതാണ്. ഭരണകൂടം മതത്തിലും മതം ഭരണകൂടത്തിലും ഇടപെടാൻ പാടില്ല. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും എല്ലാം ഒരേപോലെ ജീവിക്കാൻ അവകാശം സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെയാണ് ജനാധിപത്യവും, അതേപോലെ തന്നെയാണ് ഫെഡറലിസവും. അതെല്ലാം സംരക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ അവരവരുടെ ലക്ഷ്മണ രേഖയ്ക്കകത്ത് പരമാധികാര സ്ഥാപനങ്ങളാണ്. സ്വതന്ത്രവും നിർഭയവുമായി പ്രവർത്തിക്കാൻ ഭരണകൂട സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നിന്റെയും അനുബന്ധമാകാൻ പാടില്ല. ഓരോന്നും അവരവരുടെ തലങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചാൽ മാത്രമേ ജനാധിപത്യവും ഭരണഘടനയും സ്വാതന്ത്ര്യവും നിലനിൽക്കുകയുള്ളൂ എന്നത് ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും ആ ഭരണഘടനയും സ്വാതന്ത്ര്യവും സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ, സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ശക്തിപ്പെടുത്താൻ, സാമൂഹ്യ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.